ഒരു പഴയ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ധൈര്യമായിട്ട് വാങ്ങിക്കാം. പഴയ വീട് എത്ര വർഷം പഴക്കമുള്ള വീട് വാങ്ങിച്ചാലും നമുക്കതിനെ അടിപൊളിയാക്കാം. ഞങ്ങളുടെ ഒരു കസ്റ്റമർ പഴയ വീട് വാങ്ങിച്ചു, ഞങ്ങൾ അതിൻ്റെ വർക്ക് എടുത്തേക്കുവാണ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ളത് ഞാൻ കാണിക്കാം. ഇവിടെ ആക്ച്വലി നേരത്തെ ചെറിയ സിറ്റ് ഔട്ടായിരുന്നു. ആ സിറ്റ് ഔട്ട് കുറച്ച് വീതി കൂടുതലായിരുന്നു, കുറച്ച് ഉള്ളിലോട്ടായിരുന്നു ഈ വീടിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ളത്. അതിൻ്റെ വീതി ഞങ്ങൾ കുറച്ചിട്ട് ഇത് അവരുടെ നേരത്തെ ഇത് ലിവിങ്ങും ഡൈനിങ്ങും ഒറ്റ ഹോളായിട്ടാണ് കിടന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞങ്ങൾ ലിവിങ് റൂം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഇരിക്കുന്ന വാളിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമുക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ നേരത്തെ വാളൊക്കെ ഞങ്ങളിപ്പം ഡിമോളിഷ് ചെയ്ത് മാറ്റി ഇനി ഈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ ഈ സിറ്റ് ഔട്ടിനെ ഇവിടെ ലോങ് സ്റ്റെപ്പൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്തായിരുന്നു ലിവിങ്ങിൻ്റെ വോള്. അപ്പം ഇത്രയും ലോങ് സിറ്റ് ഔട്ടായിരുന്നു നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന പുതിയ വോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ താഴെ എക്സ്കവേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് PCC ഇട്ട് നമ്മൾ സ്റ്റീലിൻ്റെ റബ്ബർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്റ്റീലിൻ്റെ ബീം ചെയ്യുക, പ്ലിന്ത് ബീം ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് സൈഡും ഫൗണ്ടേഷൻ്റെ രണ്ട് സൈഡും സ്റ്റീൽ കയറണം. ഈ വോളിലോട്ട് സ്റ്റീൽ കയറണം, ആ സൈഡിലോട്ടും കയറണം. എന്നിട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് മേലോട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാവും. എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് റീവർക്ക് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പുതിയ വോളും എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു വീടിൻ്റെ അകത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വീണ്ടും അത് പൊളിച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു കോമൺ ബാത്റൂം ഈ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു കോമൺ ബാത്റൂമും കൂടെ നമുക്ക് ഈ വീട്ടിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി കിച്ചൺ ആയിരുന്നു. അത് മാത്രമല്ല കിച്ചണിൻ്റെ പ്ലേസും കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ആ കിച്ചണിനെ നമ്മൾ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. കിച്ചണിനെ ഫുൾ ചേഞ്ച് ചെയ്തിട്ട് ഇതിനെ പ്രോപ്പറായിട്ടൊരു ബെഡ്റൂം ആക്കുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു പഴയ ബാത്റൂം ആ റൂമിൽ നിന്നായിരുന്നു. ഇപ്പം നമ്മളിപ്പം ആ റൂമിനെ മാറ്റി ലിവിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ബെഡ്റൂം ആയിരുന്നു നേരത്തെ. ആ ബെഡ്റൂമിനെ മാറ്റിക്കൊണ്ട് നമ്മൾ ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമിനെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബെഡ്റൂമിനകത്ത് ഇത് അറ്റാച്ച് ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് കോമൺ ബാത്റൂം കൂടെ ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റൂം നേരത്തെ ഒരു ചെറിയ ബെഡ്റൂം ആയിരുന്നു. ഇതിനെയാണ് ഞങ്ങൾ ലിവിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിവിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ വോളിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ വീതി കൂട്ടുക ചെയ്യുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഈ വോളെല്ലാം കട്ട് ചെയ്യുമ്പം വയറെല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു ഫുൾ വർക്ക് നമ്മളൊരു വീടിനെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, പെയിൻറ്റിങ് എന്ന് വെച്ചാൽ പുട്ടിയിട്ട്, കാരണം നമ്മളിതെല്ലാം കട്ടിങ്ങാണ് വരുന്നത്. വോളെല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ അത് പ്രോപ്പറായിട്ട് പുട്ടിയിട്ട് തന്നെ ചെയ്യണം. അത് മാത്രമല്ല ഇതിനെ നമ്മൾ ഒരു ഭംഗിയായിട്ടൊരു ലിവിങ് റൂമായിട്ട് മാറ്റുന്നത് കൊണ്ട്, വൈഡായിട്ടുള്ള ഓപ്പണിംഗ് വന്നതുകൊണ്ട് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ബീമൊക്കെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. 10, 30, 40 വർഷം മുമ്പ് ചെയ്ത ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വോൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്താലും ഇവിടെ ഒരു അഡീഷണൽ ബീം കൊടുക്കണം. അഡീഷണൽ ബീം റൂമിൻ്റെ അകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ ബീമിൻ്റെ ഹൈറ്റ് നമ്മൾ താഴോട്ടുള്ള ഡെപ്ത് ഒരു 50 സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്റർ കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം വേറൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഈ റൂഫിനെ ഓപ്പൺ ചെയ്ത്, ഈ സ്ലാബിനെ ഓപ്പൺ ചെയ്തിട്ടും നമുക്ക് ഇതിൻ്റെ ബീം ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കിച്ചൺ നമ്മൾ അവിടുന്ന് മാറ്റി. അപ്പോൾ ഒരു പുതിയ കിച്ചൺ വരണമല്ലോ. അപ്പോൾ ആ കിച്ചണാണ് ഞങ്ങൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പുതിയ കിച്ചൺ ചെയ്യാൻ വേണ്ടി പുതിയ ഫൗണ്ടേഷനും അതിന് വേണ്ടിയുള്ള ഫുട്ടിങ്ങും അതിനുള്ള ബാക്കിയുള്ള പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ റൂം കൺസ്ട്രക്ഷൻ ചെയ്ത് നമ്മൾ മേലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലിൻഡലിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട്, റൂഫിൻ്റെയും വർക്ക് വരുന്നുണ്ട്. അപ്പം ഇത് ഓൾറെഡി ഈ പഴയ റൂം, ഇവിടെ ഒരു ചെറിയ റൂം ഉണ്ടായിരുന്നു, അത് താന്നായിരുന്നത്. അതിനെയും കൂടെ നമ്മൾ പൊളിച്ച് മാറ്റി വെച്ചത്. ഇവിടെ ആയിരുന്നു അത്, ഈ ലെവലായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം നമ്മൾ പൊട്ടിച്ച് മാറ്റി. ഇനി ഇവിടെ നമുക്ക് ലിൻഡൽ വരുന്നുണ്ട്. ഈ ലിൻഡലിൻ്റെ മുകളിലായിട്ടാണ് റൂഫ് വരുന്നത്.
ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യുമ്പം, ലിൻഡലും കോൺക്രീറ്റ് ചെയ്യുമ്പം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റീലിനെ ഓപ്പൺ ചെയ്തിട്ട് അതുമായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് ലോക്ക് ഫിക്സിംഗ് ഒരു പ്രോസസ്സും ഉണ്ട്. അതും ചെയ്തിട്ട് ഈ പഴയ കോൺക്രീറ്റും പുതിയ കോൺക്രീറ്റും കൂടെ ആഡ് ചെയ്യുമ്പം അത് തമ്മിൽ കണക്റ്റ് ആവാനുള്ള ഒരു പ്രൊസീജിയറും ഉണ്ട്. അതും ചെയ്തിട്ട് വേണം നമ്മൾ പ്രോപ്പറായിട്ട് റൂഫ് സ്ലാബ് വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല, ഒരിക്കലും വീട്ടിനകത്തോട് ലീക്കും വരത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ ഫുട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജോയിൻറ്റിങ്ങും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പോയിന്റും പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. അതിനകത്ത് ഒരു കാരണവശാൽ കോംപ്രമൈസ് ചെയ്യരുത്. അതുപോലെ സൂപ്പർവൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്തിരിക്കണം. കാരണം ഈ നമ്മൾ ഈ ഹറിബറി കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കാരണം ഇത് കണക്ട് ചെയ്യുമ്പം അത് പ്രോപ്പറായിട്ട് കണക്റ്റ് ഉണ്ടോ, എത്ര അകത്തോട്ട് കയറിയിട്ടുണ്ട്, അത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ ഒരു ഫുട്ടിങ്ങേ ഉള്ളൂ. നമ്മളിപ്പോൾ 4 അടി താത്തിട്ടുണ്ടെങ്കിലും അവിടെ മണ്ണ് കുറച്ചുകൂടെ ടൈറ്റ് ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഡെപ്ത് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ 4 ഫീറ്റ് 5 ഫീറ്റ് ഒക്കെ പറയുന്നെങ്കിലും നമ്മൾ സോയിൽ എടുക്കുമ്പോഴത്തേക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങളിനകത്ത് നമ്മൾ നോക്കാതെ അത് പ്രോപ്പറായിട്ട് ആ സോയിൽ മാറ്റിയിട്ട് പ്രോപ്പറായിട്ടേ നമ്മൾ വർക്ക് ചെയ്യാവൂ. നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഹൈറ്റ് കുറവായിരുന്നു. ഈ ബാത്റൂമാണ് നമ്മളിപ്പം ഹൈറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഈ ബാത്റൂമിൻ്റെ ഹൈറ്റ് താഴെ വരെ ഉള്ളായിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു 2 ലെയർ ഓഫ് റൂഫായിരുന്നു. അപ്പം നമ്മളിതിനെ ഹൈറ്റ് കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ മൊത്തം കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം മൊത്തം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഈ താഴത്തെ പഴയ റൂഫിനെയും കട്ട് ചെയ്ത് മാറ്റി, എന്ന് വെച്ചാൽ അടിയിൽ കൂടെ സ്റ്റോറേജ് ആയിരുന്നു, അതിനെ കട്ട് ചെയ്ത് മാറ്റി ഇത് ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യുമ്പം ഈ കാണുന്ന സ്റ്റീലെല്ലാം ഞങ്ങൾ പുതിയ സ്റ്റീലിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനെയും പ്രോപ്പറായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത്, അത് മാത്രം ഇത് പഴയ കോൺക്രീറ്റാണ്, ഞാൻ കൊണ്ടുവരാൻ പോകുന്ന പുതിയ കോൺക്രീറ്റും ഇത് തമ്മിൽ ആഡ് ആവണം. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ചെയ്തിട്ടേ നമ്മൾ ചെയ്യാവും. ഇപ്പോൾ ഇവിടെ റൂഫ് ഷീറ്റ് ഉണ്ടായതുകൊണ്ട് മഴ പെയ്താൽ വെള്ളം പ്രശ്നമില്ല. പക്ഷേ റൂഫ് ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ രീതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ വെള്ളം താഴോട്ട് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.